കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഉറക്കിലേക്ക് ഇങ്ങനെ സംസാരം കേട്ട് കേട്ട് ഉറക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വിളി തന്നെ. ഓക്കെ, പറയൂ. എന്താ നിങ്ങളെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ലല്ലോ ഇപ്പോ. ആയിരിക്കും നിങ്ങൾക്കോ? എന്റെ പ്രശ്നം ഇപ്പോ മകളുടെ ഇത് പിന്നെ എന്താ പറയാ, മകൾക്ക് അലോട്ട്മെന്റ് വന്നിട്ടുണ്ട്. അതിപ്പോ അവള് പ്രവേശനം നടത്തണം. അതിന് പിന്നെ ഞാൻ എന്താണ് ചോദിക്കുന്നതല്ല, ഇസ്ലാമിക സമൂഹം ഇന്ത്യയിൽ അനുഭവിക്കുന്ന ഒരുപാട് പീഡനങ്ങളില്ലേ? ഇസ്ലാമിക ഉണ്ടല്ലോ. സമൂഹം ഇല്ല, ഒരു പീഡനവും ഇല്ല. എന്ത് പീഡന? ഒരു പീഡനം നിങ്ങളിൽ നിന്ന് ഓരോ പീഡനം ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ തീറ്റിക്കുന്നുണ്ട് അങ്ങനെ പറയും. ആരെല്ലാം പീഡനം എന്നുള്ളത് പറയും. എന്നല്ലാതെ നമുക്ക് ഔദ്യോഗികമായിട്ട് ഇപ്പൊ എംബസി പോയാലും ഒരു പീഡനവും ഇല്ല. ഞങ്ങളാണ് ആളുകളാണ് അവിടെ ഉള്ളത് തന്നെ മൊത്തം. ഒരു അത് വിഷയവും ഞാൻ ചോദിക്കുന്നത് എംബസി എന്നുള്ള പീഡനം ഉണ്ടോന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് കോയമാരെ ഇവിടെയുള്ള ആളുകൾ വേട്ടയാടുന്നില്ലേ? നിങ്ങളെ പോലുള്ളവരൊക്കെ വേട്ടയാടുന്നുണ്ടാവും. തീ തുപ്പുന്ന അതാണ്. ആളുകൾ. അത് പറയാ ആരൊക്കെയാ വേട്ടയാടുന്നത്, എന്തിനാ വേട്ടയാടുന്നതിന്റെ കാരണമൊക്കെ പറയും. അത് RSSകാരുണ്ടാവും വേട്ടയാടുന്ന, അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, തിരിച്ചും ഉണ്ടാവും. ഇല്ല, നിങ്ങളോടുള്ളത് മാത്രം പറഞ്ഞാൽ ഞങ്ങളോടുള്ള ഞങ്ങൾ പറയും. നിങ്ങളോടുള്ള കാര്യം മാത്രം നിങ്ങൾ പറയും. എന്തൊക്കെയാണ് നിങ്ങളെ വേട്ടയാടുന്നത്, എന്താ നിങ്ങളെ പ്രശ്നം? ഒരു വേട്ടയാടലും നടത്തിയിട്ടില്ല. ഇന്ന് ഇവിടെയുള്ള കാട്ടറവികളും നിങ്ങളതെന്ന് പറയുന്നത് നിങ്ങളെ മതത്തിന്റെയാണ് മനുഷ്യ, നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള പറയുന്നത്. നിങ്ങളെ മതത്തിന്റെ ഇതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇവിടെയാണ് പിന്നെയും മസ്രിയാള് നമ്മളെ തട്ടാനും, ഇന്ത്യക്കാരായതുകൊണ്ട് തട്ടാനൊക്കെ ഉള്ള പരിപാടി. സർക്കാർ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനും ഒക്കെ പ്രശ്നങ്ങൾ പിന്നെയും ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ആളുകള് അതിന് ഇവിടെ പല രാജ്യക്കാരും ഉണ്ട്. മസ്രിയാളാണ് ഇപ്പൊ എന്റെ വകുപ്പിൽ ഫുള്ള്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ കുവൈത്തിലുള്ള കഥയല്ല ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ നിങ്ങളെ മെയിൻ പ്രശ്നം എന്താ പറയും? പ്രശ്നം എന്താന്ന് വെച്ചാൽ എല്ലാ മലയാളികളും എല്ലാ ഇന്ത്യക്കാർക്കുള്ള പ്രശ്നം തന്നെയാണ്. അവര് ജനിക്കുന്നതിന് കടത്തിലേക്കാണ് ജനിക്കുന്നത്. എന്റെ സുഹൃത്ത്, ഞാൻ എല്ലാ ഇന്ത്യക്കാർക്കും അല്ല ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ മതത്തിന്റെ. ഞാൻ ഇപ്പൊ സ്ട്രോങ്ങിനോട് നേരിട്ട് ഒരു ചോദ്യം ചോദിച്ചു, സ്ട്രോങ് നേരിട്ട് അതിന്റെ മറുപടിയും പറഞ്ഞു. നിങ്ങൾ എന്തിനാ അരി കെട്ടുന്നത്? ഞാൻ ചോദിക്കുന്നത് നേരിട്ടുള്ള പ്രശ്നമാണ്. ഇവിടെ ജോലി കിട്ടാൻ വേണ്ടി 3 വർഷം തെണ്ടിയിട്ടുണ്ട്. 300 പ്രാവശ്യം പിന്നെ ഔക്കാഫിലേക്ക് പോയിട്ടുണ്ട്. തന്നെ ഗവൺമെന്റ് ഓഫീസിലേക്ക് പോയിട്ടുണ്ട്. മുജമ്മൽ വസാറാത്ത് മിനിസ്ട്രി കോംപ്ലക്സിലേക്ക് 100 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. കാരണം പിന്നെ നിങ്ങളെ ജോലി പ്രശ്നമല്ല ഇയാള്. നിങ്ങൾക്ക് എന്തോ തകരാറുണ്ടല്ലോ ഇയാൾക്ക്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണോ? നിങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞ മറ്റേ കുടുംബം എന്നുള്ളത് പൊട്ടം കളിക്കാണോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ കോയമാർക്കുള്ള പ്രശ്നം എന്താണ് നാട്ടില്, അത് പറയേ. അല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടിയുണ്ട്. എന്താണ് NRC ഒക്കെ നടപ്പിലാക്കുമ്പോൾ ഇപ്പൊ ഇവിടൊക്കെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ പേടിയുള്ളതല്ല, നിങ്ങളോട് ചെയ്ത ക്രൂരതകളില്ലേ? നാട്ടിൽ കുറെ ആളുകൾ നിങ്ങളൊക്കെ ഉപദ്രവിച്ചിട്ടില്ലേ? നിങ്ങളെ തല്ലി കൊല്ലുന്നിട്ടില്ലേ? നിങ്ങളെ അനാവശ്യമായി ആക്രമിച്ചിട്ടില്ലേ? നിങ്ങളെ വേട്ടയാടുന്നില്ലേ? അതെന്താന്ന് പറയും. അത് എന്താ പിന്നെ മതപരമായിട്ടുള്ള വേട്ടയാടല, അതോ പിന്നെ നമ്മള് മതപരമായിട്ട് വേട്ടയാടല്? നിങ്ങൾക്ക് മതപരമായിട്ടുള്ള വേട്ടയാടലുകൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലേ? ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു പ്രശ്നം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇനിയിപ്പോ ഏതെങ്കിലും മൊയ്ലാമാര് പറഞ്ഞെടുത്ത് കൊണ്ടുവന്ന് എനിക്കാണ് നിങ്ങൾ അവസാനം തള്ളു. നിങ്ങളെ പോലുള്ള നിങ്ങളെ ഈ റൂമെന്ന് പലതും മുസ്ലിങ്ങൾക്കെതിരെ ഈ റൂം എന്നാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ആകെ പ്രശ്നം ഉണ്ടായത്. അതെ, ഞാൻ മഹാരായതൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. നിങ്ങളുടെ റൂം പിന്നെ എന്താണ് ഇസ്ലാമിനെതിരാകുമ്പോ നിങ്ങൾ പിന്നെ ഇന്ത്യക്കാർക്ക് മുസ്ലിങ്ങൾക്കെതിരെ. എന്നാൽ ഇസ്ലാമിന്റെ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്താണ് നിങ്ങളെ പ്രശ്നം എന്നുള്ളത് പറയും. ഇന്ത്യയിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താ പറയും? പ്രശ്നം അത് പറയും. ഒരു പ്രശ്നമില്ല നമുക്ക്. പ്രത്യേകിച്ച് ഒരു പ്രശ്നം ഉണ്ടായില്ല നിങ്ങൾക്ക്. സംഖ്യകളൊക്കെ ഡീസന്റ് ആണ്. നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല സംഖ്യയുടെ ഭാഗത്തുനിന്ന്? സംഖ്യഭാഗത്തുനിന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. അവര് മുസ്ലിങ്ങൾ പാകിസ്ഥാനിന് അവർക്ക് കൊടുത്തിട്ടുണ്ട്, പാകിസ്ഥാൻ പോകേണ്ടതാണ്. അങ്ങനെ ചില ആളുകൾ, എല്ലാ സംഖ്യകളും അല്ല, സംഖ്യകളൊക്കെ നല്ല ആളുകൾ സംഖ്യകൾ നല്ലവരാണ്. അതാണ് നിങ്ങൾ പറഞ്ഞു തന്നെ. നല്ല ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സുപ്രഭാതനെ കുറിച്ച് എനിക്കും അങ്ങനെ ഒരു അഭിപ്രായം. ഈ ഞങ്ങളിൽ തന്നെയുള്ള ആളുകളാണ് ചില ആളുകൾ. സംഖ്യകളിൽ നല്ലവരുണ്ടെന്ന് പറയുന്ന ആദ്യത്തെ കോയനെ ഞാൻ കാണുന്നത്. കാരണം താങ്കളുടെ മതത്തിന് വേണ്ടിയും താങ്കളുടെ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നു അതിന് എനിക്കൊരു പ്രശ്നവും തോന്നുന്നില്ല. പക്ഷെ ഞങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ഓരോ വേഷം മാറി വന്നിട്ട് തീ തുപ്പാണ്. അതങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയുന്ന നാസറിനെ പോലുള്ള ആളുകൾ. ഏതായാലും വളരെ നന്ദി. ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതിലും സംഖ്യകളിൽ നല്ലവരായിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടെന്നും വളരെ മൈനോറിറ്റി ആയിട്ടുള്ള സംഖ്യ നാമധാരികൾ മാത്രമാണ് പ്രശ്നക്കാർ എന്ന് പറഞ്ഞതിലൊക്കെ വളരെ നന്ദി. ഓക്കെ.
ഇനി ഏതായാലും റഹ്മാൻ എന്തോ പ്രശ്നമുണ്ട് പറയട്ടെ റഹ്മാൻ പറയും. നമസ്കാരം ബ്രദറന്മാരെ. അല്ല ഇതാരത്? യുക്രൈൻ ബ്രദറന്മാർ ഗാന്ധി CID സലീമൊക്കെയാണ്. ബ്രദറന്മാരെ CID ഞാൻ അല്ല, പറഞ്ഞത് CBI. നിങ്ങളെ സിനിമയിൽ എടുത്തുക്കണ ബേജാറാവണ്ട. ഗസ്വായ ഹിന്ദിന്റെ ഇതിൽ നിങ്ങളെ സിനിമയിൽ എടുത്തുക്കണം ബ്രദറന്മാരെ, കേട്ടോ. ഈ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ എങ്ങനെ പരിഹാരം കാണും എന്ന് കണ്ടപ്പോ ഞാൻ ഓടി വന്ന് എന്താണ് എങ്ങനെയാ പരിഹാരം കാണുന്നത്? പറയൂ, എന്താ നിങ്ങളെ പ്രശ്നം എന്താ പറയൂ ആദ്യം. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് സ്ട്രോമ പോലെ കേട്ടോ, സ്ട്രോമ ഇവിടെ ഓക്കെ. ഞങ്ങളുടെ പ്രശ്നം എന്താന്ന് നിങ്ങൾക്ക് എന്തോ തോന്നിയല്ലോ പ്രശ്നങ്ങളെന്ന്. അതാണ് നിങ്ങൾ അതെന്താ നിങ്ങൾ ഇടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ബ്രദറന്മാരെ. അത് ശരി. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോ ഇത്രയും കാലം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചോദിക്കുമ്പോ അതിന്റെ കാരണം അന്വേഷിക്കാണ്ട് അത് പറഞ്ഞിട്ട് മോനെ കോയെന്ന് പറഞ്ഞാല് ദുരന്തങ്ങളുടെ രാജകുമാരനാണ് അല്ല ബ്രദർ ഇങ്ങനെ ഒരു ബ്രദർ ഇങ്ങനെ ഹെഡ്ലൈൻ ഇട്ടിരിക്കുന്നു കോയാമാരും അവരുടെ സംഖ്യകള് മുന്നിൽ വന്നിട്ട് എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കോ, പ്രശ്നം പറയാൻ കോയക്കില്ല. അല്ല ബ്രദർ ഇട്ടിരിക്കുന്നല്ലോ. അല്ല പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയണ്ടേ? അല്ല ബ്രദർ ഇട്ടിരിക്കുന്നു ഇങ്ങനെ കോയാമാരും അവരുടെ പ്രശ്നങ്ങളും പരിഹാരവും എന്ന് ബ്രദർ ഇട്ടിരിക്കുന്നല്ലോ. അപ്പൊ ബ്രദറിനല്ലേ അറിയാവുന്ന എന്താ പ്രശ്നവും പരിഹാരവും ഒക്കെ. അതല്ലേ ബ്രദറിനോട് ഞാൻ കോയമാർക്കല്ലേ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. കോയാമാർക്ക് പ്രശ്നമുണ്ട്, കോയാമാർ അങ്ങോട്ട് വന്ന് പറയണ്ടേ? ഇത് നിങ്ങളല്ലേ ഇട്ടിരിക്കുന്നത് ഇങ്ങോട്ട് ഞങ്ങൾ പ്രശ്നങ്ങളും പരിഹാരവും എന്ന് പറഞ്ഞ് നിങ്ങൾ ഇട്ടിരിക്കുന്നത് അല്ലേ? കോയമാർ എങ്ങോട്ട് വന്ന് പറയാം. ലാസ്റ്റ് ഒരു ചോദിച്ചിട്ടുണ്ട് ഉണ്ട് സലീമിക്ക. അതല്ല അതായത് ഈ കോയമാര് പാഞ്ചേരി അഡ്മിന്മാർക്ക് മെസ്സേജ് ചെയ്യാ ഞങ്ങൾക്ക് ഇങ്ങനെ വിഷയം ഉണ്ട് അത് ഇടീന്ന് പറഞ്ഞിട്ട് അവര് അങ്ങനെയല്ല. അങ്ങനെ ഞങ്ങൾ ഇതുപോലെ പ്രശ്നങ്ങള് അങ്ങനെ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് ഞങ്ങൾ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല. ആ പറയാത്തടത്ത് നിങ്ങൾ ഇട്ടിരിക്കുകയാണ് കോയാമാരും അവരുടെ പ്രശ്നങ്ങളും പരിഹാരം നിങ്ങൾ ഇട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് പ്രശ്നം? എന്തായാലും നിങ്ങളല്ലേ ഉത്തരവാദി. നിങ്ങൾ ക്യാപ്ഷൻ ഇട്ടപ്പോ നിങ്ങളല്ലേ പറയൂ ബ്രദറെ. ഓക്കെ, അതായത് കോയമാർക്ക് അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, നാട്ടില് പ്രശ്നം, ഫുള്ള് പ്രശ്നം, കമ്മീഷൻ വെക്കുന്നു, അതിന്റെ റിപ്പോർട്ട് എടുക്കുന്നു, അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കണം, അങ്ങനെ ഫുള്ള് ഉണ്ടായ അന്ന് മുതൽ കേൾക്കുന്ന അന്ന് മുതൽ കോയക്ക് പ്രശ്നമാണ്. ഉത്തരേന്ത്യയിൽ പ്രശ്നം, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, ഫുള്ള് പ്രശ്നം. സത്യത്തിൽ എന്താണ് പ്രശ്നം? ഇതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നമൊന്നും പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിലുള്ള പലർക്കും പല പ്രശ്നങ്ങളുണ്ട്. മനുഷ്യനാകുമ്പോ മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുപോലെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് പ്രശ്നങ്ങള്. അല്ലാതെ പ്രത്യേകിച്ച് കോയമാർക്കല്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് പ്രശ്നമുണ്ട്, ദളിതർക്ക് പ്രശ്നമുണ്ട്, ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ജനങ്ങളാകുമ്പോ നമുക്ക് ഇന്ത്യയിലെ ജനങ്ങളെ മൊത്തത്തിൽ പറയാം. കാരണം നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഭാരതീയരായ എല്ലാവരും സഹോദരന്മാരെന്ന് പഠിപ്പിച്ചല്ലേ നമ്മളെ വീടിന് പുറത്തോട്ട്. അതൊക്കെ സർക്കാരിന്റെ സിസ്റ്റത്തിലുള്ളതാണ് ബ്രദറെ. ന്യൂനപക്ഷ ഇപ്പം ഈ ദളിതർക്കും മറ്റുള്ളവർക്കും എന്റെ പൊന്നാരേട്ടാ, സർക്കാരിന്റെ സിസ്റ്റത്തിൽ തന്നെ ഈ സെപ്പറേറ്റ് ആണ്. അത് എല്ലാവർക്കും ഉണ്ട്. ക്രിസ്ത്യാനികൾക്കുണ്ട്, ദളിത് ക്രിസ്ത്യാനികൾക്കുണ്ട്, ദളിതന്മാർക്കുണ്ട്, ഈഴവർക്കുണ്ട്, അത് എല്ലാവർക്കും ഉണ്ട്. പിന്നോക്കം നിൽക്കുമ്പോ സർക്കാർ അല്ല, ഒരുപോലെ സഹോദരന്മാരായിട്ട് കാണണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടണം. അതും സംവരണവും രണ്ടും രണ്ടാണ്. കാരണം ഏതെങ്കിലും സംഖ്യ പറയും ഒരു വിഭാഗീയതയുള്ളതുകൊണ്ടല്ലേ സംവരണം വരുന്നത്. വിഭാഗീയത അല്ല അതിന്. ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങള് ഭാരതീയരെല്ലാരും സഹോദരന്മാരായിട്ട് കരുതണമെന്ന് പറഞ്ഞ് സംവരണം വരുമ്പം അവര് സഹോദരന്മാരായിട്ട് തന്നെ കാണണം. പക്ഷെ സംവരണം വരുമ്പോൾ കീഴ്ജാതിക്കാർക്ക് ഇപ്പൊ അത് സംവരണമുള്ളത് ദളിതർക്ക് അവർക്ക് സംവരണം കൊടുക്കുന്നു, ക്രിസ്ത്യാനികൾക്ക് താഴ്ന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു. എന്ത് ചോദ്യമാണ് പിന്നെ എന്തിനാ അപ്പൊ പഠിപ്പിച്ചപ്പോ ചോദിക്കണ്ടേ? എന്തിനാ ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ചോദിക്കണ്ടേ? ആ ക്ലാസ്സിന് വിവരമില്ലാത്തവരെ സ്കൂളിൽ വെച്ചേക്കത്തില്ല, അപ്പൊ പുറത്താക്കും. കിഴങ്ങന്മാരെ ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാ ഇന്ത്യക്കാരെയും നമ്മള് സഹോദരന്മാരായിട്ട് അതുകൊണ്ട് കല്യാണം കഴിക്കരുത് പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദുക്കൾക്ക് അങ്ങനെ പറ്റില്ല.
ഇവിടെ നിങ്ങൾക്ക് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ഏത് ഹിന്ദു ഇതുപോലെ പറഞ്ഞിട്ടുള്ളൂ? ഞങ്ങൾക്ക് അങ്ങനെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ ഒരു എന്താണ് പ്രതിജ്ഞാവാചകം പറ്റത്തിൽ എന്ന് പറഞ്ഞ സംഖ്യയായ നിങ്ങളല്ലാണ്ട് ഏത് ഹിന്ദു പറഞ്ഞ്? ഒരു ഹിന്ദുവിന്റെ പേര് പറയാവാ? ഞാൻ പ്രതിജ്ഞാവാദകം എവിടെയും പറ്റൂല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആര് കൂട്ടുന്നത്? നിങ്ങൾ ആര് ഇത് കൂട്ടുന്നത്? പ്രതിജ്ഞ നിങ്ങളൊരു ഹിന്ദുവായിട്ട് ആരും കൂട്ടുന്ന നിരീശ്വരവാദി? ഇവിടെ ഞങ്ങൾ അല്ല ഹിന്ദുക്കൾ നിങ്ങൾ എന്ന് നിശ്ചയിച്ച പറയുന്നത് നിങ്ങൾ ഇവിടെ നിശ്ചയിച്ച ഞങ്ങളിവിടെ വിവരം എനിക്ക് ചേർന്ന് അറിയില്ലേ? നിൽക്കുന്ന ഹിന്ദുക്കൾക്ക് സർട്ടിഫിക്കറ്റ് യഥാർത്ഥ കൊടുക്കാൻ നിങ്ങൾ ജനാധിപത്യ നിശ്ചയിച്ച വിവരം വിശ്വാസികളാണ് അറിയില്ലേ? ഞങ്ങൾ ഹിന്ദു എന്ന് പറയുന്നത്. അല്ല സംഖ്യകൾ അതെ, ആരെങ്കിലും ഹിന്ദു എന്ന് പറയൂടാ? അത് നിങ്ങൾ പറയുന്നതല്ലേ. സ്വന്തം ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല, അറിയത്തില്ല. ഏതെങ്കിലും ഹിന്ദു സ്വന്തം അമ്പലത്തിൽ തീട്ടം പാരി അറിയുവാ സംഖ്യ അല്ലാണ്ട്? അപ്പൊ അതുകൊണ്ട് നിങ്ങളെ ഹിന്ദുവായിട്ട് കൂട്ടത്തില്ല ഞങ്ങള്. അതിപ്പോ കുട്ടികളെ പീഡിപ്പിക്കണ മദ്രസ ഉസ്താക്കന്മാരില്ലേ? ഏതെങ്കിലും മുസ്ലിം അങ്ങനെ പീഡിപ്പിക്കുന്ന എനിക്ക് ഞങ്ങൾക്ക് വയ്യ. ചോദിച്ചൂടെ? ഹിന്ദു സ്വന്തം മാത്രം മോളെ നടക്കും സ്വന്തം പീഡിപ്പിക്കുന്ന അമ്പലത്തിൽ. മറ്റേ കോയമാരില്ലേ? അപ്പൊ എനിക്കതല്ല, ഞങ്ങൾക്ക് ചോദിച്ചൂടെ? ഏതെങ്കിലും മുസ്ലിം ഞങ്ങള് സ്വന്തം മോളെ ഹിന്ദുവാന്ന് പീഡിപ്പിക്കാന്ന് സ്വന്തം വെച്ചൂടെ? അമ്പലത്തിൽ. അതൊക്കെയാണോ ന്യായം? അല്ലല്ല, അല്ല ഞങ്ങള് അതെന്തൊക്കെയാണ്? ഹിന്ദുവാന്ന്. നിങ്ങൾക്ക് നാണമില്ല പറയാൻ. സ്വന്തം അമ്പലത്തിൽ വിഗ്രഹത്തിന്റെ മേളിൽ തീട്ടം പാരി എറിയുന്ന അപ്പൊ നിങ്ങളാണോ നിങ്ങൾക്ക് ഹിന്ദു? പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് തീർക്കുന്നത് ചാണകക്കുഴി വന്നാണ് ഞങ്ങളുടെ പ്രശ്നം